ഉരുൾപൊട്ടലുണ്ടായപ്പോൾ എത്രമാത്രം ഹൃദയം തകർക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. എത്ര മരണങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത്. ഇനിയും എത്ര ആൾക്കാർ മണ്ണിനടിയിൽ നിന്ന് കിട്ടാനുണ്ട്. ഇതിലും വലിയൊരു കാര്യമാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. ജലബോംബാണ് മുല്ലപ്പെരിയാർ. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ പല ആൾക്കാരും പുച്ഛത്തോടെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്, മഴക്കാലമാകുമ്പോൾ ഇറങ്ങിക്കോളുന്നു. മഴക്കാലമാകുമ്പോഴല്ല സുഹൃത്തുക്കളെ, ഞങ്ങൾ എന്നും പേടിച്ച് തന്നെയാണ് ജീവിക്കുന്നത്. സ്വന്തം ജീവനിലും മക്കളുടെയും കുടുംബത്തിൻ്റെയും എല്ലാം ജീവനിൽ പേടിയില്ലാത്ത ആരാണുള്ളത്? നമ്മളൊക്കെ ജീവിക്കുന്നത് പിന്നെ എന്തിനു വേണ്ടിയാണ്? ഞങ്ങൾ ഓരോ മഴക്കാലം വരുമ്പോഴും ഞങ്ങൾ എല്ലാവരും പേടിച്ച് തന്നെയാണ് ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ് മുല്ലപ്പെരിയാർക്ക് വിഷയത്തിൽ ഒരു സർക്കാരും നമ്മളുടെ കൂടെ നിൽക്കാത്തത്? ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല. വലിയൊരു ദുരന്തം വരുമ്പോഴും. പിന്നെ ഒരു കാര്യം, മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ ഈ വയനാട്ടിൽ നടന്ന ദുരന്തം അത് പറയുമ്പോൾ ചില ആൾക്കാർ പറയുന്നുണ്ട്, കുന്നിന്റെ മോളിൽ കൊണ്ട് വീട് വെച്ചു, കയ്യേറി പാർത്തു, മലയുടെ മോളിൽ കൊണ്ട് വീട് വെച്ചു എന്ന്. പുഴയുടെ അടുത്ത് വെള്ളം കയറിയാൽ പറയും പുഴയുടെ അടുത്ത് കൊണ്ട് വീട് പണിതിട്ടല്ലേ എന്ന് ചോദിക്കും. ഞങ്ങളൊക്കെ എവിടെയാണ് വീട് പണിതിരിക്കുന്നത്? എത്ര ജില്ലകളാണ് പോകുന്നത്? എറണാകുളം, ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി, തൃശ്ശൂർ, ഇങ്ങനെയുള്ള ഇത്രയും ജില്ലകളിലെ ആളുകളുടെ ജനങ്ങൾക്ക് പുല്ല് വിലയാണെന്ന് മനസ്സിലായി. യാതൊരു വിലയുമില്ല. സംസ്ഥാന സർക്കാരായിക്കോട്ടെ, കേന്ദ്രമായിക്കോട്ടെ, സുപ്രീം കോടതി ആയിക്കോട്ടെ, തമിഴ്നാട് ഗവൺമെന്റ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നമ്മൾക്ക് യാതൊരു വിധത്തിലുള്ള വിലയും കൽപ്പിച്ചിട്ടില്ലെന്നതിൽ യാതൊരു സംശയമില്ല. മാറി മാറി ഭരിക്കുന്ന സർക്കാരുകളൊന്നും ഇതിനുവേണ്ടി ഒന്നും തന്നെ ചെയ്യുന്നില്ല. നമ്മൾ ഓരോ മഴക്കാലമല്ല എപ്പോൾ മുല്ലപ്പെരിയാറിനെ കുറിച്ച് എന്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും പറയാൻ കമന്റ് ഇടാൻ കുറെ ആൾക്കാർ വരും. പക്ഷെ കമന്റ് ഇടുന്ന ആൾക്കാരുടെയൊക്കെ എല്ലാവരും കംഫോർട്ട് സോണിൽ നിന്ന് സംസാരിക്കുന്നവരാണ്. പിന്നെ ഇപ്പോൾ ഈ ഒരു ഉരുൾപൊട്ടലുണ്ടായപ്പോൾ നമ്മൾ കണ്ടതാണ്, നമ്മളെല്ലാവരും കണ്ടതാണ്. എത്രമാത്രം നമുക്കത് കണ്ടു നിൽക്കാൻ പോലും പറ്റാത്ത കാഴ്ചകളാണ്. പക്ഷെ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. ജീവൻ തിരിച്ചു പോലും കിട്ടില്ല. അതുപോലെ തൂത്ത് തുടച്ചായിരിക്കും ആ ഒരു പ്രളയം വരുന്നത്. മരങ്ങളും കല്ലുകളും കെട്ടിടങ്ങളും എല്ലാമായിട്ട് ഒരു ജലബോംബ് തന്നെയാണ് മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത്. അപ്പോൾ ആരും അവിടെ രക്ഷാപ്രവർത്തനത്തിനൊന്നും വേണ്ടി വരില്ല. ആരും വരേണ്ട ആവശ്യമില്ല. ആ ദുരന്തമുഖം സന്ദർശിക്കാൻ മന്ത്രിമാരോ അല്ലെങ്കിൽ ആരും വരേണ്ട അവസ്ഥ വരില്ല. അതുപോലെ തൂത്ത് തുടച്ചായിരിക്കും എല്ലാം അറബിക്കടലിലേക്ക് പോകുന്നത്. ഇത് ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്താലും എത്ര നമ്മൾ പ്രതികരിച്ചാലും നമ്മളുടെ ജീവനിൽ യാതൊരു വിലയുമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിന് ഇത്രയും ജില്ലകൾ പോയാൽ പിന്നെ കേരളം എന്ന് പറയുന്നത് ഭൂപടത്തിൽ പേര് പറയാം. പണ്ടിങ്ങനെ കേരളം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എറണാകുളം ഉണ്ടായിരുന്നു, ആലപ്പുഴ ഉണ്ടായിരുന്നു, ഇടുക്കി ഉണ്ടായിരുന്നു, പത്തനംതിട്ട ഉണ്ടായിരുന്നു, തൃശ്ശൂർ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാം, പേരുകളിൽ പറയാം. എന്തുകൊണ്ട് ഈ ഒരു ഡാം ഡീകമ്മീഷനിങ്ങിനുള്ള ഒരു ഉത്തരവ് നമ്മൾക്ക് വേണ്ടി നമ്മളെ ഉള്ളു ഇറങ്ങിത്തിരിക്കാനായിട്ട്? വലിയൊരു മഹാദുരന്തം വന്നിട്ട് ആരും കരഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ ആരും അത് കേൾക്കാനുണ്ടാവില്ല. അതാദ്യം മനസ്സിലാക്കുക. മാത്രമല്ല അവിടെ ഒരു റെസ്ക്യൂ ടീമോ ആരും വരണ്ട, സേനയോ വിടുകയോ ഒന്നും വേണ്ട, ഒരു ദുരിതാശ്വാസം വരണ്ട. ഇപ്പോൾ MK സ്റ്റാലിന് 5 കോടി രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരുപാട് നടന്മാരൊക്കെ പൈസ തരുന്നുണ്ട്. അതിൻ്റെ ആവശ്യം ഒന്നും തന്നെ വേണ്ടി വരില്ല. ആരും തരേണ്ട വരില്ല. കാരണം ഏതെങ്കിലും ഒരു ജീവൻ ഉണ്ടെങ്കിലല്ലേ രക്ഷപ്പെടുത്താൻ വരേണ്ട ആവശ്യമുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ചോക്ക്. നമ്മളെല്ലാവരും പേടിച്ച് തന്നെയാണ് ജീവിക്കുന്നത്. ഓരോ നിമിഷവും പേടിയാണ്. ഓരോ മഴക്കാലം വരുമ്പോഴും ഞങ്ങൾക്ക് പേടി. ഞങ്ങൾ എവിടെ പോയി താമസിക്കും? ഞങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടത്? ഇപ്പോൾ മലകടുത്തൊക്കെ താമസിക്കുന്നവരോട് പറയും, ഇത്രമാത്രം തുടർച്ചയായി മഴ പെയ്താൽ റെഡ് അലേർട്ട് ആണെങ്കിൽ മാറി താമസിക്കണമെന്ന്. ഓക്കെ, നമ്മൾക്ക് ഈ മുല്ലപ്പെരിയാറിന്റെ വിഷയത്തിൽ നമ്മൾക്ക് അങ്ങനെ ഒരു അലേർട്ട് ഉണ്ടോ? മുല്ലപ്പെരിയാർ പൊട്ടാൻ സമയത്ത് ഇതുപോലെ അലേർട്ട് ഞങ്ങൾക്ക് കിട്ടിയാൽ തന്നെ ഞങ്ങൾ എങ്ങോട്ട് പോകും? എവിടെയാണ് പോയി നിൽക്കേണ്ടത്? ഞങ്ങൾക്ക് അതിനുള്ള അവസരം കിട്ടുമോ? ഒന്നും കിട്ടില്ല. ഒരു നിമിഷം കൊണ്ട് എല്ലാം താറുമാറായിട്ടായിരിക്കും വരുന്നത്. നമ്മുടെ അധ്വാനം, നമ്മുടെ കുടുംബം എല്ലാവരും ഒന്നടങ്കം പോവുകയാണ് എന്ന് അറിഞ്ഞിട്ട് അല്ലെങ്കിൽ ഞങ്ങളെ സുരക്ഷിതമായി, നിങ്ങൾക്ക് ഈ ഡാമിന്റെ കാര്യത്തിൽ യാതൊരു തീരുമാനവും എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ സുരക്ഷിതമായി ഞങ്ങളെല്ലാവരും, ഈ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവന് നിങ്ങൾക്ക് ഡാമാണ് വലുതെങ്കിൽ ഞങ്ങളെല്ലാവരെയും എങ്ങോട്ടെങ്കിലും മാറ്റി പാർപ്പിക്കാനുള്ളൊരു സഹായം ചെയ്തു തരിക. ഇത് വലിയൊരു അപകടമുണ്ടായിട്ട് അനുശോചനം അർപ്പിച്ചിട്ട് കൊണ്ടൊന്നും കാര്യമില്ല. അത് ആരും മരിച്ചവരാരും കേൾക്കുന്നില്ല. പിന്നെ മുല്ലപ്പെരിയാറിന്റെ വിഷയത്തിൽ ഇപ്പം ഈ ഒരു ഉരുൾപൊട്ടലുണ്ടായപ്പോൾ ഒരുപാട് ജീവനുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. എവിടെയെങ്കിലുമൊക്കെ തൂങ്ങിപ്പിടിച്ച് നിന്നോ അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്കൊക്കെ മാറി രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷെ മുല്ലപ്പെരിയാറിന്റെ വിഷയത്തിൽ അങ്ങനെ ഒന്നുമല്ല സംഭവിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇത് വലിയൊരു ദുരന്തം ഉണ്ടാവാൻ വേണ്ടി തന്നെയാണ്. നിങ്ങൾ ഇപ്പോൾ പത്രപ്രവർത്തകരായിക്കോട്ടെ, ആരായിക്കോട്ടെ, റൂട്ട് മാപ്പ് തയ്യാറാക്കാനോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ആൾക്കാരെ കിട്ടിയെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് റേറ്റിംഗ് കൂട്ടാനോ ഒന്നിനും ഒരു മനുഷ്യൻ പോലും അവിടെ ഉണ്ടാവില്ല. അത്ര ലക്ഷക്കണക്കിന് ജനങ്ങളെ മൊത്തത്തിൽ കൊണ്ടുപോകും. അവിടേക്ക് ഒരു ദുരിതാശ്വാസ ഫണ്ട് കിട്ടുമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും വിചാരിച്ചു പോലും ആരും ഇരിക്കേണ്ട. അതിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം ആരെങ്കിലും ജീവനോടെ ഉണ്ടെങ്കിലല്ലേ നിങ്ങൾക്ക് സഹായിക്കേണ്ടതായിട്ടുള്ളൂ. നിങ്ങൾക്ക് അതിന് പോലും ഒരു ഇതുണ്ടാവില്ല. വളരെ വിഷമമുണ്ട്. ഓരോ ഞങ്ങൾ എന്നും മഴക്കാലം ആയിക്കോട്ടെ, വേനൽക്കാലം ആയിക്കോട്ടെ, എപ്പോഴായിക്കോട്ടെ, ഞങ്ങൾ ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ
ഇത്രയും ആളുകൾ, ലക്ഷക്കണക്കിന് ആൾക്കാർ പ്രാർത്ഥനയോടെയും കണ്ണീരോടെയുമാണ് ഇരിക്കുന്നത്. ഇപ്പം നമുക്ക് മലയിലൊക്കെ ഇപ്പൊ താമസിക്കുന്ന ഈ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലങ്ങളിലൊക്കെ ഉള്ളവർക്ക് നമ്മൾ അലേർട്ട് കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നു. അല്ലെങ്കിൽ ഇത്രമാത്രം മഴ പെയ്യുമ്പോൾ അവർക്ക് വേറെ എങ്ങോട്ടെങ്കിലും മാറി താമസിക്കാം. പക്ഷെ ഈ മഴക്കാലത്ത് 2 മാസം ഫുള്ളായിട്ട് മാറി താമസിക്കാൻ പറ്റുമോ? അതുമല്ല, ഈ ഈ ഒരു ഡാമിന്റെ വിഷയത്തിൽ നമ്മൾക്ക് എന്ത് അലേർട്ട് നിങ്ങൾ തരും? നമ്മൾ എങ്ങോട്ട് പോകും? ആ സമയത്ത് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? ഞങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടത്? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ നിങ്ങൾ ഒരാഴ്ച മുമ്പ് ഞങ്ങളോട് പറയോ അടുത്ത 5 ദിവസം കഴിയുമ്പോൾ മുല്ലപ്പെരിയാർ പൊട്ടും മാറിക്കോ എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പൊക്കോളാം. ജീവനല്ലേ വലുത്, ജീവനം കൊണ്ട് എങ്ങോട്ടെങ്കിലും പൊക്കോളാം. ഇതൊരു വലിയ ജലബോംബാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ ഒരു ഉരുൾപൊട്ടൽ തന്നെ ഇത്രമാത്രം ദുരിതമാണ് സംഭവിച്ചതെങ്കിൽ ഈ മുല്ലപ്പെരിയാർ പൊട്ടിയത് നമുക്കറിയാം. ഇടുക്കിയിൽ എത്രമാത്രം വെള്ളമുണ്ട്, എത്ര വലിയ ഡാമാണ് ഇടുക്കി എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. മുല്ലപ്പെരിയാർ പൊട്ടിയാൽ തകർന്നു വരുന്നത് ഇടുക്കി, എത്ര ഡാമുകൾ അതിനോടൊപ്പം തന്നെ വരുന്നു അറിയോ? അത് ആലോചിക്കാൻ കൂടി വയ്യ. ഞങ്ങൾ എല്ലാവരും പേടിച്ച് തന്നെയാണ് ജീവിക്കുന്നത്. ആരെന്തൊക്കെ പറഞ്ഞാലും. പക്ഷെ എനിക്കൊരു അപേക്ഷയുള്ളത്, ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞപ്പോഴും വന്ന് കുറേ പേര് കമന്റ് ഇട്ടു. പക്ഷെ അവർക്കൊന്നും തീരെ മനസാക്ഷിയില്ലാത്തവരാണ്. പക്ഷെ അവരൊക്കെ ഇപ്പോൾ ഈ വയനാടിന്റെ വിഷയത്തിൽ പറയണ്ട, അയ്യോ കരളലിയിക്കുന്ന കാഴ്ച കണ്ടു നിൽക്കാനാവുന്നില്ല, കുട്ടികളുടെ കരച്ചില്, കുട്ടികൾ അവിടെ നിന്ന് കിട്ടി. ശരിയാണ്, നിങ്ങൾ കാണുന്നില്ലേ? ഇതുപോലെ നിങ്ങൾക്കൊക്കെ കാണാൻ പോലും ഞങ്ങളുടെ ബോഡി പോലും കിട്ടില്ല. അതുപോലെ ആയിരിക്കും ഞങ്ങളെല്ലാവരും തൂത്ത് തുടച്ച് അറബിക്കടലിലേക്ക് കൊണ്ടുപോകുന്നത്. എത്രയോ ജനങ്ങളാണ് ഇപ്പോഴും പേടിച്ചു കഴിഞ്ഞ്. ഞങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടത്? എന്താണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത്? ഇവിടെ റോഡ് ഉണ്ടാക്കൽ അല്ലെങ്കിൽ ആ വികസനം ഈ വികസനമൊന്നുമല്ല കേരളത്തിൽ ആദ്യം വേണ്ട. നിങ്ങൾക്ക് കേരളത്തെ സംരക്ഷിച്ച് നിർത്തണമെങ്കിൽ, കേരളം എന്നൊരു പേര് ഇനിയും ഭൂപടത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഈ കയറിയിരിക്കുന്ന ആരായിക്കോട്ടെ, ഏത് ഭരണ പാർട്ടി ആയിക്കോട്ടെ, നിങ്ങൾക്ക് കേരളത്തിനോട് എന്തെങ്കിലും ആ കേരള ജനതയോട് എന്തെങ്കിലും ഒരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഒറ്റക്കെട്ടായി, അവിടെ രാഷ്ട്രീയം കാണാതെ എല്ലാ പാർട്ടികളും ഒരുമിച്ച് നിന്ന് കേരള ജനതകൾക്ക് വേണ്ടി ആ ഒരു കാര്യം ചെയ്യണമെന്നുള്ളതാണ്. തമിഴ്നാട് സർക്കാർ അതിന് സ്റ്റേ കൊടുക്കുമ്പോൾ അപ്പോൾ ആ ഒരു സ്റ്റേ അംഗീകരിക്കുന്നുണ്ട്. അപ്പം നമ്മൾക്ക് അതിനുള്ള കഴിവുള്ള ആരും നമ്മുടെ കേരളത്തിൽ ഇല്ലെന്നാണോ അതിൻ്റെ അർത്ഥം? അപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന്, ഇവിടെ രാഷ്ട്രീയം ഒന്നും കാണാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കായി നിന്ന് ഞങ്ങളെപ്പോലുള്ള പാവം ജനങ്ങളെ രക്ഷിക്കണം. എന്തെങ്കിലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് നാട് വികസനം, റോഡ് വികസനം, നിങ്ങൾ ആ മെട്രോ, ഈ മെട്രോ, ജലമെട്രോ ഒന്നും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞങ്ങൾക്ക് ആദ്യം ഞങ്ങളുടെ ജീവൻ ഉണ്ടെങ്കിലല്ലേ ഞങ്ങൾ ഈ ജലമെട്രോയിലും അതിലും ഇതിലും ഫ്ലൈ ഓവറിലൊക്കെ കയറി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും മറ്റേതും മറിച്ചതൊക്കെ നിങ്ങൾ പണിയുന്നത് എന്തിനു വേണ്ടിയാണ്? ഞങ്ങൾക്ക് വികസനം ഇപ്പോൾ വേണ്ട. ഈ വികസനം ഒന്നുമല്ല. ഞങ്ങളുടെ ജീവൻ ഉണ്ടെങ്കിലല്ലേ ഞങ്ങൾക്ക് ഈ വികസനമൊക്കെ കാണാൻ പറ്റുള്ളൂ. നിങ്ങൾ ഈ വികസനമെല്ലാം നിർത്തിയിട്ട് ആദ്യം ഫസ്റ്റ് ചെയ്യേണ്ടത് മുല്ലപ്പെരിയാർ വിഷയത്തിൽ വളരെ ശക്തമായ രീതിയിൽ നടപടി, അതിന് സമരത്തിന് ഇറങ്ങണോ? എന്ത് വേണമെങ്കിലും ജനങ്ങൾ ഇറങ്ങും, തീർച്ചയായിട്ടും ഇറങ്ങും. കാരണം എല്ലാവരും ജോലി എടുക്കുന്നതും ഓരോന്ന് കരുതി ഓരോ ദിവസം കരുതി എല്ലാം വെക്കുന്നതെല്ലാം നമ്മൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ജീവന് വേണ്ടി എല്ലാവരും തെരുവിലിറങ്ങും. എന്ത് സമരത്തിനായിക്കോട്ടെ, ഗവൺമെന്റ് കൂടെ ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഒരുപോലെ ഇറങ്ങും. അത്ര ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവനാണ് ഇത് ആപത്ത് എന്നറിഞ്ഞിട്ടും എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിർത്തുന്നത് എനിക്കറിയില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണെന്ന്. അതിനി പൊട്ടി വന്ന് വലിയ സംഭവമായിട്ടാണെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾക്ക് നമ്മളുടെ ഈ കേരളം എന്ന് പറയുന്നത് പിന്നെ എന്താണുള്ളത്? തിരുവനന്തപുരം, കൊല്ലത്തിന്റെ കുറച്ച് ഭാഗം, കൊല്ലം, പിന്നെ എന്താണ് പാലക്കാട്, മലപ്പുറം, അങ്ങനെ കുറച്ച് ജില്ലകൾ മതിയോ? ബാക്കിയുള്ള നടുക്കുള്ള സ്ഥലങ്ങൾ മുഴുവനും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തെ ഓർത്ത് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് അടിയിൽ വന്ന് കമന്റ് ഇടണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം. കാരണം ഞാൻ പബ്ലിക്കായിട്ട് പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ പബ്ലിക്കായിട്ട് പല ആൾക്കാരും കാണുന്നുണ്ട്. നിങ്ങൾക്ക് അതിന് വന്ന് കമന്റ് ഇടണമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ഇടാം. കാരണം എൻ്റെ കഴിഞ്ഞ വീഡിയോയിലും കമന്റ് ഇട്ടു. ഞാനപ്പോൾ ഓർത്തു അവരുടെ മനസ്സ് അത്രമാത്രമേ ഉള്ളൂ. ഈ കമന്റ് ഇടുന്ന ആൾക്കാർ പറഞ്ഞാണ്, മഴക്കാലമാകുമ്പോൾ ഓരോരുത്തന്മാർ ഇറങ്ങിക്കോളും മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞിട്ട്. ആ പറയുന്ന ചേട്ടൻ്റെ വീട് എവിടെയെങ്കിലും സേഫ് സോണിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ അവർക്ക് എന്തും പറയാം. കമന്റ് ഇടുന്നവരിട്ടോ, എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ എൻ്റെ കാര്യം ഞാൻ പറയും. കാരണം എല്ലാവർക്കും അവനവൻ്റെ ജീവൻ വലുതാണ്. ചിലപ്പോൾ ഇനി എത്ര നാൾ ഇത് പറയാൻ പറ്റും, എത്ര നാൾ ഉണ്ടാവും എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അത്രമാത്രം പേടിച്ചാണ് ഓരോ ദിവസം പ്രകൃതി ദുരന്തങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ പുഴയുടെ അടുത്ത് താമസിച്ചിട്ടാണെങ്കിൽ നമുക്ക് പറയാം, നിങ്ങൾ പുഴയുടെ അടുത്ത് നിന്ന് മാറി പുഴ കയ്യേറി താമസിച്ചു എന്ന് പറയാം. ഞാൻ പറഞ്ഞതാണ്. അതുപോലെ കുന്നിൻ്റെ മുകളിൽ കയറിയെങ്കിൽ കുടിയേറി പാർത്തിട്ടാണ് ഉരുൾപൊട്ടലുണ്ടായി ഒലിച്ചു പോകുന്നതെന്ന് പറയാം. ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ജനങ്ങളെ കുറ്റം പറയരുത്. ഞങ്ങൾ മഴക്കാലമല്ല വേനൽക്കാലമല്ല, മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് ഞങ്ങളുടെ എല്ലാം പേടി സ്വപ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം.
എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മാക്സിമം ഇത് ഷെയർ ചെയ്യണം. എത്ര ഷെയർ ചെയ്താലും എന്തൊക്കെ പറഞ്ഞാലും തീരുമാനം ഉണ്ടാവും. എനിക്കൊരു പ്രതീക്ഷയുമില്ല. പക്ഷേ പ്രതീക്ഷയില്ല എന്ന് ഞാൻ പൂർണ്ണമായും പറയുന്നില്ല. കാരണം എന്തായാലും ഒരു പ്രതീക്ഷ വേണമല്ലോ. നമ്മുടെ എത്രയോ ലക്ഷക്കണക്കിന്, എൻ്റെ കാര്യം മാത്രമല്ല, ഞാൻ മാത്രം മരിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ കാര്യം മാത്രം ഓർത്തിട്ടല്ല, ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവൻ അതിലുമുണ്ട്. നിങ്ങൾ ഈ പറയുന്ന കരളലിക്കുന്ന കാഴ്ചകൾ പോലെ കുഞ്ഞുങ്ങളും ഗർഭിണികളും അമ്മമാരും അച്ഛന്മാരും എല്ലാവരും പെടുന്ന ജനതയാണ് ഞങ്ങളെല്ലാവരും, ഈ ലക്ഷക്കണക്കിന് ജനങ്ങൾ. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും ഒറ്റക്കെട്ടായി, ഇതിലെങ്കിലും കേരളം ഒറ്റക്കെട്ടായി നിന്ന് ഇതുപോലെ മോശം കമന്റ് മുല്ലപ്പെരിയാർ എന്നും പറഞ്ഞ് വന്നു എന്നൊക്കെ പറഞ്ഞ് അതിലൊക്കെ രാഷ്ട്രീയം കുത്തി കലർത്തി ഒരുമാതിരി വൃത്തികെട്ട സംസാരമായിട്ട് വരാതെ കുറച്ചെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ ഞങ്ങളൊക്കെ മരിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ അയ്യോ വലിയ കേരളം കണ്ട ദുരന്തം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞൊന്നും ആരും കമന്റ് ഇടേണ്ട ആവശ്യമില്ല. ജീവിച്ചിരിക്കുമ്പോഴാണ് എന്തെങ്കിലും ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി നിന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാകുന്നത് വരെ എല്ലാവരും ഒറ്റക്കെട്ടായി, രാഷ്ട്രീയമോ ജാതി മതമോ ഒന്നും നോക്കാതെ എല്ലാവരും ഇതിനു വേണ്ടി നിൽക്കണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു.